ടോട്ടോച്ചാനെ പള്ളിക്കൂടത്തിൽ നിന്നും പുറത്താക്കി, അതും 1-ാം ക്ലാസ്സിൽ വെച്ച്. അതായിരുന്നു അവളുടെ അമ്മയെ ഇത്രയേറെ വിഷമിപ്പിച്ചത്. സംഭവം ഒരാഴ്ച മുമ്പായിരുന്നു. ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ടീച്ചർ അമ്മയെ ആളയച്ചു വരുത്തി. മുഖവരയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു. ഇവളുടെ വികൃതികൾ കാരണം ക്ലാസ് എടുക്കാനാവുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് മറ്റു പള്ളിക്കൂടം കണ്ടുപിടിക്കുക. നിൽക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. നിൽക്കക്കള്ളി ഇല്ലാതാവുകയോ? അതിനും വേണ്ടി എന്ത് കുലുമാലാണ് കൊച്ചു ടോട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്? അമ്മ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. നോക്കൂ, നിങ്ങളുടെ മകൾ 1000 തവണ ഡെസ്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും എടുക്കുകയോ തിരിച്ചിടുകയോ ചെയ്യുമ്പോഴല്ലാതെ ഡെസ്ക് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നോക്ക്, നിങ്ങളുടെ മകൾ അപ്പപ്പോൾ എന്തെങ്കിലും എടുക്കുന്നു, തിരികെ വെക്കുന്നു. ഓരോ തവണയും തുറക്കുക, പിന്നെ അടയ്ക്കുക. അതായത് നോട്ട് ബുക്ക് എടുക്കുന്നു, പെൻസിൽ ബോക്സ് എടുക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു. ഇവ ഓരോന്നോരോന്നായി തിരികെ വെക്കുന്നു. സർവ്വതും എടുക്കുക, പിന്നെ തിരികെ വെക്കുക. ഓരോ തവണയും ഡെസ്ക് പടപടേന്ന് തുറന്നടിക്കുക. അതായത് ഇപ്പോൾ എ എന്ന അക്ഷരം എഴുതണമെന്നിരിക്കട്ടെ. അവൾ ആദ്യം ഡെസ്കിന്റെ മൂടി തുറന്ന് നോട്ട് ബുക്ക് എടുക്കും. പടേന്ന് ശബ്ദത്തോടെ അടയ്ക്കും. പിന്നീട് വീണ്ടും തുറക്കും. പെൻസിൽ തപ്പിയെടുക്കും. വീണ്ടും ചെകിടപ്പിക്കുന്ന ശബ്ദത്തോടെ അടയ്ക്കും. നോക്ക്, ആദ്യം എഴുതിയ എയിൽ അവൾക്ക് തൃപ്തി വരാറേയില്ല. ഡെസ്ക് വീണ്ടും തുറക്കുകയായി. റബ്ബർ എടുക്കുന്നു, മായ്ക്കുന്നു, തിരികെ വെക്കുന്നു. പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ അടയ്ക്കുന്നു. വീണ്ടും എ എന്ന് എഴുതുന്നു. അത് കഴിയുമ്പോഴേക്ക് ഓരോന്നായി തിരികെ വെച്ച് അതേ ശബ്ദത്തോടെ പല തവണ മൂടി തുറന്നടയ്ക്കുന്നു. ഇതപ്പോഴെ ടീച്ചർ തുടർന്നു. നോക്കൂ, ഇതൊരക്ഷരത്തിന്റെ കാര്യമാണ്. ഓരോ അക്ഷരത്തിലും ഈ പൊട്ടലും ചീറ്റലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. തുറക്കുക, അടയ്ക്കുക, അടയ്ക്കുക, തുറക്കുക. ഒരു ദിവസം എത്ര തവണയാണിത്? എനിക്കെന്റെ തല ചുറ്റുന്നു. പക്ഷെ നോക്കൂ, ഞാൻ എങ്ങനെ അവളെ കുറ്റപ്പെടുത്തും? ഓരോ തവണയും അവൾ ഓരോ ആവശ്യം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ രംഗങ്ങൾ വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ മിഴിച്ചു നിന്നു. അമ്മയ്ക്ക് പൊടുന്നനൊരു കാര്യം ഓർമ്മ വന്നു. ആദ്യ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ടോട്ടോച്ചാൻ അത്ഭുതത്തോടെ പറഞ്ഞു, ഈ സ്കൂള് അസ്സലായിട്ടുണ്ട്. അവിടെയുള്ള ഡെസ്കുകളുണ്ടല്ലോ, നമ്മളുടെ പോലെ വലിച്ചു തുറക്കണം മേശയല്ലാട്ടോ, പെട്ടി പോലെ ഇരിക്കുക. മുകളിൽ അടപ്പ് തുറന്നിട്ട് ടപ്പേന്ന് ഇടാം. അതിനുള്ളിൽ എന്ത് വേണേലും വെക്കാലോ. ഹായ്, എന്ത് രസാ. ടോട്ടോച്ചാൻ പുതിയ ഡെസ്കിന്റെ മൂടി പടപടാന്ന് തുറന്നടയ്ക്കുന്ന ദൃശ്യം അവർ സങ്കല്പിച്ചു നോക്കി. ഒരു പതിവ് കുസൃതിയിൽ കവിഞ്ഞെന്തെങ്കിലും അതിലുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. പുതുമ നഷ്ടപ്പെടുമ്പോൾ മാറിക്കോളും, അവർ സമാധാനിച്ചു. എന്നാൽ ടീച്ചറോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഉവ്വ്, ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാം. പറ്റില്ല, ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാനൊന്ന് സഹിക്കുമായിരുന്നല്ലോ. ടീച്ചറുടെ ശബ്ദം ഉയർന്നു. അവർ ആവേശം കൊണ്ട് ഒന്ന് മുന്നോട്ടാഞ്ഞു. അമ്മ അല്പം പിന്നിലേക്ക് നിന്നു. ടീച്ചർ ദീർഘനിശ്വാസത്തോടെ തുടർന്നു. ഡെസ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് നിൽക്കും. നിൽക്കുകയോ? എവിടെ? അമ്മ അത്ഭുതപ്പെട്ടു. ജനാലയ്ക്കടുത്ത്. അല്പം ഈർഷ്യയോടെയാണ് ടീച്ചർ അത് പറഞ്ഞത്. അവൾ എന്തിനാ ജനലിനടുത്ത് പോയി നിൽക്കുന്നത്? എന്തിനാണെന്നോ? തെരുവ് പാട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ? ടീച്ചർക്ക് പുച്ഛമടക്കാനായില്ല. ടീച്ചർ പറഞ്ഞ കഥയുടെ ചുരുക്കം ഇതാണ്. മണിക്കൂറുകളോളം നീളുന്ന ഡെസ്കിലെ കലാപരിപാടികൾ കഴിയുമ്പോൾ ടോട്ടോച്ചാൻ ജനലിനടുത്തേക്ക് നീങ്ങും. അവിടെ അടങ്ങി നിന്നുകൊള്ളുമല്ലോ എന്ന് ടീച്ചർ ആശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ അടുത്ത പരിപാടി. ജനലിനപ്പുറത്ത് തെരുവിലൂടെ പോകുന്ന കോമാളി വേഷം കെട്ടിയ പാട്ടുകാരുടെ സംഘത്തെ കൈകാട്ടി വിളിക്കും. ഹേയ് വാ, ഒന്ന് പാടിയിട്ട് പോകുന്നേ. തെരുവിനോട് ചേർന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് ടോട്ടോച്ചാന്റെ ക്ലാസ്. കുട്ടികൾക്ക് തെരുവിൽ നിൽക്കുന്നവരോട് അനായാസം സംസാരിക്കാം. കൊച്ചു ടോട്ടോയുടെ വിളിയിൽ ആകർഷിക്കപ്പെട്ട് പാട്ടുസംഘം ജനലിനടുത്തെത്തുമ്പോൾ അവൾ ആ വിവരം ക്ലാസ്സിൽ എല്ലാവരെയും വിളിച്ചുകൂടി അറിയിക്കും. കുട്ടികളെല്ലാം പിന്നെ ജനാലക്കരികിലായി. ടോട്ടോച്ചാൻ പറയും, ദേ എന്തെങ്കിലും പാട്. സാധാരണയായി അതുവഴി മിണ്ടാതെ പോകുന്ന പാട്ടുകാർ ഈ വിളി കേൾക്കുന്നതോടെ തകർപ്പം പരിപാടി തുടങ്ങുകയായി. പീപ്പി, ചെണ്ട, കൈമണി, പൊടി പൂരം തീരുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ പാവൻ ടീച്ചർ എന്തു ചെയ്യും? പാട്ടും മേളവും കഴിഞ്ഞ് സംഘം മടങ്ങുന്നതോടെ എല്ലാവരും തിരികെ ഇരിപ്പിടങ്ങളിലെത്തും, ടോട്ടോച്ചാൻ ഒഴികെ. കുട്ടി എന്താ ഇനിയും അവിടെ തന്നെ നിൽക്കാനാണോ ഭാവം? ടീച്ചർ ചോദിച്ചു. അയ്യോ, പുറകെ ഇനിയും വരണുണ്ട്. അവരെ വിളിച്ചില്ലേ നാണക്കേടാ, അവൾ ഗൗരവത്തിൽ പറഞ്ഞു. നോക്ക്, എന്തുമാത്രം സമയമാണ് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ടീച്ചർ പറഞ്ഞു. അമ്മയ്ക്ക് അവരോട് സഹതാപം തോന്നി. ടീച്ചർ നിർത്തിയില്ല. അതും പോരാഞ്ഞിട്ട് ഇനിയുണ്ടോ? അമ്മ വാ പൊളിച്ചു നിന്നുപോയി. ഉണ്ടല്ലോ, അവർ തുടർന്നു. അവളുടെ ഈ വിക്രമങ്ങളുടെ എണ്ണമെടുക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. ടീച്ചർ ഒന്ന് നിർത്തി. ഒരു നെടുവീർപ്പോടെ തുടർന്നു. ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെ ടോട്ടോച്ചാൻ ജനലിനടുത്തായിരുന്നു. അവൾ ആ തെരുവ് പാട്ടുകാരെ കാത്തു നിൽക്കുകയാണെന്നേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പെട്ടെന്ന് അവൾ പുറത്ത് ആരോടോ വിളിച്ച് ചോദിക്കുക, ഓയ് എന്തെടുക്കും അവിടെ? പതിവ് പോലെ തെരുവിലേക്കായിരുന്നില്ല അവളുടെ കണ്ണ്. മുകളിൽ എവിടേക്കോ നോക്കിയായിരുന്നു ആ ചോദ്യം. എനിക്ക് കൗതുകം ഇരട്ടിച്ചു. മറുപടി കേൾക്കാൻ ഞാൻ ചെവിവെട്ടം പിടിച്ചു.
അനക്കമില്ല. അവളോട്ട് നിർത്തുന്നതുമില്ല. എന്തെടുക്കുക? ഹോയ്, എന്തെടുക്കുക? എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഒടുവിൽ ക്ഷമ നശിച്ച് ജനലിനടുത്ത് ചെന്ന് നോക്കുമ്പോഴുണ്ട് കൂരയുടെ അറമ്പില് 2 തൂക്കണാങ്കുരുവുകളിരുന്ന് കൂടുകൂട്ടുന്നു. അവരോടാ നിങ്ങളുടെ പുന്നാരക്കുട്ടി ചോദിക്കുന്നത് എന്തെടുക്കാന്ന്. അല്ല, എനിക്കറിയാം, കുട്ടികളാവുമ്പോ കാക്കയോടും കുരുവികളോടും ഒക്കെ സംസാരിച്ചെന്നിരിക്കും. സംസാരിച്ചോട്ടെ. എന്നാലും പഠിപ്പിച്ചോണ്ടിരിക്കണ നേരത്തെ തന്നെ വേണോ ഈ കിന്നാരം? ഞാൻ അത്രേ പറയുന്നുള്ളൂ. വിഷണ്ണയായി നിന്ന അമ്മ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ടീച്ചർ തുടർന്നു. ഇനി ഡ്രോയിങ് ക്ലാസ്സിലെ സംഭവം കേൾക്കണോ? എല്ലാവരോടും ദേശീയ പതാക വരയ്ക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാം വരയ്ക്കാൻ തുടങ്ങി. നിങ്ങളുടെ പുന്നാര മോളുണ്ടല്ലോ, അവൾ മാത്രം ജാപ്പനീസ് നേവിയുടെ പതാക പണിയാൻ ആരംഭിച്ചു. പോട്ടെ, അതെങ്കിൽ അതെന്ന് ഞാനും കരുതി. അപ്പോഴേക്കും അതാ വരുന്നു കൊടിക്ക് ചുറ്റും മഞ്ഞത്തൊങ്ങല്. ചുറ്റും തൊങ്ങല് പിടിച്ച പതാകകളുടെ ചിത്രം വല്ലതും അവൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ സമാധാനിക്കും മുമ്പ് മഞ്ഞ നിറമുള്ള ക്രയോൺ കടലാസും കടന്ന് ഡെസ്കിലേക്ക് 1 10 100 കണക്കിന് വരകൾ. ചിത്രവേലയെല്ലാം കഴിഞ്ഞ് കടലാസ് നീക്കിയപ്പോഴുണ്ട് ഡെസ്കിൽ നിറയെ മഞ്ഞവരകൾ. മായ്ച്ചിട്ടോട്ട് പോകുന്നുമില്ല. 3 വശത്തല്ലേ ഉള്ളൂ. അത്രയ്ക്ക് ആശ്വാസം. 3 വശത്തോ? മനസ്സിലായില്ല. അമ്മ അത്ഭുതപ്പെട്ടു. ഒരു വശത്ത് കൊടിമരം ഉണ്ടായിരുന്നു. അതൊരു ഭാഗ്യം. തളർന്ന ശബ്ദത്തിൽ ടീച്ചർ വിശദീകരിച്ചു. അമ്മയും അല്പം ഒന്ന് ആശ്വസിച്ചു. 3 വശത്ത് മാത്രമല്ലേ ഉള്ളൂ. അത് കേൾക്കണ്ടേ? ടീച്ചർ പാഠത്തിലെ പ്രധാന ഭാഗമെന്ന പോലെ നിർത്തി പറഞ്ഞു. കൊടിമരമുണ്ടല്ലോ, അതിങ്ങു മുക്കാലും കടലാസിനപ്പുറത്താ. അതായത് ഡെസ്കിൽ നടുകേ പതിഞ്ഞു കിടപ്പുണ്ട്. കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ടീച്ചർ തണുപ്പം മട്ടിൽ പറഞ്ഞു. എനിക്ക് മാത്രമല്ല, അടുത്ത ക്ലാസ്സിലെ അധ്യാപകർക്ക് പോലും നിങ്ങളുടെ മകളെ കൊണ്ട് പൊറുതിമുട്ടി. അത് ഒടുക്കത്തെ വാക്കായിരുന്നു. ഇത് ശരിയാവില്ല. അമ്മയ്ക്ക് കാര്യത്തിന്റെ കിടപ്പ് പിടികിട്ടി. മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കണം. അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയം. അവിടെ തന്റെ മകൾക്ക് മറ്റുള്ളവരോട് ഒത്തുപോകാൻ കഴിയണം. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം അത്തരമൊന്ന് അവർ കണ്ടെത്തി. അവിടേക്കാണ് കൊച്ചു ടോട്ടോയും അവളുടെ അമ്മയും പോകുന്നത്. അവളെ പുറത്താക്കിയതാണെന്ന് അമ്മ ടോട്ടോച്ചാനോട് പറഞ്ഞിട്ടില്ല. എന്താണ് തന്റെ തെറ്റെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് മനസ്സിലാകില്ല. വേണ്ട, അവളോട് പറയണ്ട. ഈ പ്രായത്തിൽ അവൾക്ക് അപകർഷം തോന്നാൻ പാടില്ല. അവൾ വളരട്ടെ, അവർ ചിന്തിച്ചു. ടോട്ടോ, ഒരു നല്ല സ്കൂൾ അമ്മയ്ക്ക് അറിയാലോ. ഇനി എന്റെ പുന്നാര കുട്ടിക്ക് അവിടെ പഠിച്ചാ പോരെ? അത്ര മാത്രമേ അവർ അവളോട് ചോദിച്ചുള്ളൂ. ഓഹോ, മതിയിലോ? ഇത്തിരി ആലോചിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു. പക്ഷെങ്കിലേ. എന്ത്? പുറത്താക്കിയ കാര്യം അവൾ മനസ്സിലാക്കിയോ? അമ്മ ഒന്ന് പതറി. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോച്ചാൻ നിറഞ്ഞ മനസ്സോടെ ചോദിച്ചു. പുതിയ സ്കൂളിലും റോഡിലൂടെ പോണ തെരുവ് പാട്ടുകാരുടെ കൊട്ടും പാട്ടും ഉണ്ടാവുമോ?